ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിൽ പെട്ടെന്ന് ആക്രമണം നിർത്താൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നുവെങ്കിലും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും സമാധാനം വന്നിട്ടില്ല. ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂത്തികളുടെ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ചെങ്കടലിലെ ഗതാഗതവും താറുമാറായിരിക്കുകയാണ്. സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുമുണ്ട്. സൗദിയുടെ ഭാഗത്തു നിന്ന് നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമോ, അതോ സംയമനം പാലിക്കുമോ? ഈ ചർച്ച നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് എങ്ങനെയാണ് നിലവിലെ ഒരു അവസ്ഥയെ താങ്കൾ നോക്കി കാണുന്നത്? സൗദി ഓപ്ഷൻസ് പരിഗണിക്കുകയാണ്. ഇപ്പം നിലവിൽ സൗദി അറേബ്യയായി തുടങ്ങിവെച്ച ഒരു യുദ്ധമല്ല ഇത്. അത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ വലിയ താല്പര്യത്തിൽ നടന്ന യുദ്ധത്തിൽ ക്രോസ് ഫയറിൽ പെട്ടു പോവുകയാണ് സൗദി അറേബ്യ. ഈ ക്രോസ് ഫയറിൽ പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായി ഇറാൻ്റെ മറുപക്ഷത്താണ് സൗദി നിൽക്കുന്നത്, അല്ലെ? അമേരിക്ക പക്ഷത്ത് ആണ്. ഇൻഡയറക്റ്റ്ലി പറയുമ്പോൾ ഇസ്രയേലി പക്ഷത്തായി മാറും. അതങ്ങനെ ലഘൂകരിച്ച് പറയാനാവില്ല, കാരണം അതൊക്കെ വെവ്വേറെ സെറ്റിംഗ് ആണ്. പക്ഷേ ഇഫക്റ്റീവ്ലി ഇറാൻ, ഹൂതീസ്, ഹിസ്ബുള്ള ആൻഡ് ഹമാസ് ഓൺ വൺ സൈഡ്, പ്രകടമായി മറ്റാരും ഔപചാരികമായി രംഗത്തില്ല. ഇറാനും ഇറാൻ്റെ എക്സ്റ്റെൻഡഡ് ആംസ് അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സീസ്, അത് ഇറാൻ്റെ ഒരു രീതിയാണ്. പ്രോക്സീസിനെ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാം. ആ മേഖലാ ശക്തിയായി ഇറാന് നിലനിൽക്കണം എങ്കിൽ ഇപ്പോൾ സുന്നി അറബി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചില ഷിയ കോൺക്ലേവുകൾ, അത് സിറിയയിൽ ഉണ്ട്, അലവി മുസ്ലിങ്ങളുമായി ഒരു ധാരണയിൽ, അല്ലെങ്കിൽ ബാഷർ അൽ അസദുമായ ഒരു ധാരണയിൽ സിറിയയിൽ ഇറാനിയൻ സ്വാധീന മേഖല ഉണ്ടായതും ഇറാൻ്റെ ഭരണകൂടം സിറിയൻ ഭരണകൂടത്തെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നതും നമുക്കറിയാം. പക്ഷേ അത് മാറി. ഈ സിറിയയുടെ ഭരണം വീണു, അൽഷറ ഭരണകൂടം അവിടെ ഉണ്ടായി. അതിപ്പം മറുപക്ഷത്തേക്ക് മാറുന്നു, ഇറാൻ വിരുദ്ധ പക്ഷത്തേക്ക് മാറുന്നത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതേപോലെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു മൂപ്പിളമ തർക്കങ്ങൾ. ഇപ്പോൾ സൗദി അടിയുറച്ച അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമല്ലേ, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അത് ആവശ്യമാണ് എന്ന് സൗദി കരുതുന്നു, ഇപ്പോഴും കരുതുന്നു. അത് മാറി ചിന്തിക്കാൻ സാധിക്കുമോ എന്നതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ ഹൂതികൾ സൗദിയുടെ തെക്ക് ഭാഗത്തുള്ള യമൻ എന്ന രാജ്യം, തെക്കും പടിഞ്ഞാറുമായി നിൽക്കുന്ന യമൻ എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം നിയന്ത്രിക്കുന്ന വിമത ശക്തികൾ, ആ രീതിയിലാണ് ഹൂതികളെ ലോകം കാണുന്നത്. ഇപ്പം വിമതരാണെന്ന് ഹൂതികൾ പറയില്ല, പക്ഷേ യമൻ്റെ കണ്ണായ പല ഭാഗങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഹൂതിയാണ്. സന, ഹുദൈദ പ്രദേശങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ബാബൽ മന്ദേബിനോട് അടുത്ത പ്രദേശം. അപ്പം ബാബൽ മന്ദേബ് എന്ന ചോക്ക് പോയിൻറ്റ്, റെഡ് സീയിലേക്കുള്ള പ്രവേശന കവാടം നിയന്ത്രിക്കാവുന്ന രീതിയിൽ വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 2014 മുതൽ തന്നെ സൗദിയുമായി 2014 മുതൽ സംഘർഷമുണ്ട്. അത് ഏറെയും കുറഞ്ഞും ആ സംഘർഷമുണ്ട്. സൗദിക്ക് ഏറെ ഭയപ്പെടാനുണ്ട്. ഹൂതികൾ ചെറിയൊരു വിഭാഗമായിരിക്കും, സൗദി മഹാരാജ്യമാണ്, ഹൂതികൾ ചെറിയൊരു വിഭാഗമാണ്. പക്ഷേ സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഹൂതികൾ തുനിഞ്ഞാൽ ചെങ്കടൽ മേഖലയിലൂടെയുള്ള എണ്ണ വ്യാപാരം വല്ലാതെ ബുദ്ധിമുട്ടാകും. സൗദി വലിയ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയെടുത്തൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അങ്ങ് ഹോർമൂസ് മേഖല തടസ്സം വന്നാൽ, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പോലും സൗദി അറേബ്യയുടെ നേരെ കുറുകെ കൊണ്ടുവന്ന് ചെങ്കടൽ തീരത്തെ സൗദി തുറമുഖങ്ങളിൽ എത്തിച്ച് അവിടെ നിന്നും വിപണനം ചെയ്യാം. അവിടുന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയനിലേക്കും യൂറോപ്പിലേക്കും, അവിടുന്ന് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ബാബൽ മന്ദേബ് കടന്നുകൊണ്ട് അറബിക്കടലിലേക്കും ഗൾഫ് ഓഫ് ഏഡനിലേക്ക്, പിന്നീട് അറബിക്കടലിലേക്ക്, പിന്നീട് ഇന്ത്യൻ ഓഷ്യനിലേക്ക്, ഇന്ത്യയിലേക്കും ചൈനയിലേക്കും. ആ രീതിയിലാണ് സൗദിയുടെ ഒരു പ്ലാൻ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതെല്ലാം അട്ടിമറിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഇറാൻ അനുകൂല ഷിയ വിഭാഗമായ ഹൂതികൾ സൗദിക്കെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചത് സൗദി അറേബ്യയുടെ ഒരു കാൽക്കുലേഷൻ പിശകാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അയത്തുള്ള അലി ഖൊമനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചെത്താൻ തുടങ്ങി, അല്ലെങ്കിൽ തിരിച്ച് വന്നുകൊണ്ടിരുന്ന വിമാനം, ഹൂതി നേതാക്കളെ വഹിക്കുന്ന വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് സന വിമാനത്താവളത്തിലാണ്. അവർ ഭദ്രമായി വന്നിറങ്ങി പ്രവർത്തനം തുടർന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ സൗദി ഹൂതി ആക്രമണം പൊട്ടിപ്പുറപ്പെടില്ലായിരുന്നു. പക്ഷെ അവിടെ ഹൂതി നേതാക്കൾക്ക് വന്നിറങ്ങാനാവാത്ത രീതിയിൽ
ഒരു ആക്രമണം സന വിമാനത്താവളത്തിനെതിരെ സൗദി അറേബ്യ ചെയ്തു. അത് എന്തിനു ചെയ്തു എന്നത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഹൂതികളെ ഈ സമയത്ത് പ്രകോപിപ്പിച്ചാൽ ഒരു തിരിച്ചടി സൗദിക്കെതിരെ ഉണ്ടാകുമെന്ന് അറിയാത്തത് കൊണ്ടാണോ? അറിയില്ല. നോക്കൂ, പാകിസ്ഥാൻ സമാനമായി ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അത് ആ പ്രദേശത്തു നിന്നല്ല, ഉദാഹരണം എടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ ഈ പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തത് എങ്ങനെ എന്നതാണ് ഒരു ചോദ്യം. നവാസ് ഷെറീഫ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പർവേസ് മുഷറഫ് സൈന്യാധിപനായിരുന്ന ഒരു കാലഘട്ടം, അദ്ദേഹം പാകിസ്ഥാൻ ഇസ്ലാമാബാദിലേക്ക് വന്നിറങ്ങാൻ തുടങ്ങുന്ന ലാൻഡിങ് സമയത്ത് ലാൻഡിങ്ങിന് അനുമതി നിഷേധിക്കുകയാണ്. പർവേസ് മുഷറഫിനെ ഒരു പക്ഷേ ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് തട്ടിക്കളയാൻ ഒരു ഗൂഢാലോചനയായിരുന്നു അത് എന്നാണ് പിന്നീട് പർവേസ് മുഷറഫ് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പദത്തിലെത്തിയ, അല്ലെങ്കിൽ സർവ്വ സൈന്യാധിപനും പ്രസിഡൻറ്റും ഒക്കെയായ മുഷറഫിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. മുഷറഫ് ബലം പ്രയോഗിച്ച് സേനയുടെ മറ്റാകാശത്തിരുന്നുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് മറ്റൊരു വിമാനത്താവളത്തിൽ ആ വിമാനം ലാൻഡ് ചെയ്യുകയും ഉടനടി തന്നെ സിവിലിയൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി അധികാരമേറ്റെടുക്കുകയും ചെയ്തത് ഒരുപക്ഷെ മുൻ തലമുറ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വിമാനമൊക്കെ ഒരു നേതാവ്, അത് സൈനിക ജനറൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഹൂതി നേതാക്കളായിക്കൊള്ളട്ടെ, ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നേതാക്കളെയൊക്കെ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ, അവരേതെങ്കിലും രീതിയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നിലപാട് എന്തായിരിക്കും, ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം തന്നെ മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഹൂതി നേതാക്കൾ ഒരിക്കലും സൗദിക്ക് മാപ്പ് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അവർ ആകാശത്ത് വെച്ച് തന്നെ പൊലിഞ്ഞു പോകുമായിരുന്നു. ഈ വിമാനത്തിന് ഇന്ധനം തീർന്നു പോവുകയും മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അന്തരീക്ഷത്തിൽ വിമാനം തകർന്ന് അത് സ്വാഭാവികമായ തകർച്ചയാണെന്നൊക്കെ അവസാനം വിധി എഴുതാൻ സാധിക്കും. അന്വേഷണമൊക്കെ സൗദിയുടെ മണ്ണിലാണ് തകർന്നു വീഴുന്നതെങ്കിൽ സൗദി അറേബ്യ അന്വേഷണം നടത്തിയാൽ ആരാണ് അല്ല എന്ന് പറയുക? അപ്പോൾ ഇതിനൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇത് ഹൂതി നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിച്ച ഒന്നാണ്. മുൻപ് തന്നെ ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത പ്രകൃതമാണ് ഹൂതികൾക്കുള്ളത്. ഇപ്പോൾ ഇറാൻ്റെ ബാക്കിങ്ങിൽ ലഭിച്ച പല സമയങ്ങളിലായി ലഭിച്ച മിസൈലുകളുടെ ഒരു ശേഖരം ഇപ്പോഴും ഹൂതികളുടെ കയ്യിലുണ്ട്. ചെറുകിട റോക്കറ്റുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രയേലിന് നേരെ ഹൂതി മണ്ണിൽ നിന്നും യമനിൽ നിന്നും ഉപയോഗിച്ച ഒരു ചരിത്രവും ഉണ്ട്, പല ആവർത്തി. അപ്പം അതുകൊണ്ട് ചെങ്കടലിലൂടെ കപ്പലുകൾ പോകുമ്പോൾ ഹൂതികൾക്ക് എളുപ്പം പതിയിരുന്ന് ആക്രമിക്കാൻ കഴിയും. അവർക്ക് ചെറിയ ബോട്ടുകളുണ്ട്, അത് ആക്രമിക്കാൻ കഴിയും. അത് ആക്രമിച്ച് തെളിയിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ആക്രമിച്ച് തെളിയിച്ചിട്ടുണ്ട്. 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി, അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവിടെ നിന്നാണ് ഈ ഒരു സൗദി ഹൂതി പോരാട്ടത്തിൻ്റെ അടുത്ത തലങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ചെങ്കടൽ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ വരികയാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്നും ചെങ്കടൽ മേഖലയിലേക്ക് ശ്രദ്ധ വരാൻ കാരണം ഇതാണ്. കാരണം പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുൻകൂട്ടി തന്നെ അറിയാം, അവിടെ കലുഷിതമാണ്. പക്ഷേ അപ്പോഴും ചെങ്കടൽ എന്ന ആശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് ഈ ആ പെനിൻസുലയിലുള്ള ബാക്കി ഭാഗത്ത് ഹോർമോസ് കടക്കേണ്ടതില്ലാത്ത എണ്ണയ്ക്ക് സുഗമമായി മറ്റു ഭാഗത്തേക്ക്, യൂറോപ്പിലേക്ക് ഉൾപ്പെടെ പോകണമെങ്കിൽ ചെങ്കടൽ മാർഗം തുറന്നിരുന്നെങ്കിലേ പറ്റൂ. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കണക്കനുസരിച്ച് 7 കപ്പലുകൾ മാത്രമാണ് ചെങ്കടൽ മേഖലയിലേക്ക് പോയത്. അതിൽ ചില ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്, സൗദിയുടെ തന്നെ ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്. ആക്രമണം നടന്നിട്ടില്ല, പക്ഷേ എത്രയോ കപ്പലുകൾ പോകേണ്ടതാണ്. അവിടെ കപ്പലുകളുടെ എണ്ണത്തിൽ ഭീമമായ കുറവ് വരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും. പിന്നീട് പോകുന്ന ഇപ്പോഴത്തെ ഒരു ക്യൂയിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ചെങ്കടലിലേക്ക് പ്രവേശിക്കാനും അല്ലെങ്കിൽ ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടലിലേക്ക് പ്രവേശിക്കാൻ പല രാജ്യങ്ങളുടെയും കപ്പലുകൾ വിസമ്മതിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾ അതിന് ഇൻഷുറൻസ് കൊടുക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ വലിയ ഭീമമായ തുകയാണ് ഇൻഷുറൻസ് ചാർജ്. ഒരു ഫിയർ സൈക്കോസിസ് അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് എത്ര കാലം നിൽക്കാൻ പറ്റും? കാരണം ഇത് എണ്ണ മാത്രമല്ല അവിടെ വിഷയം. മറ്റ് ചരക്കുകൾ യൂറോപ്പിനെ ലക്ഷ്യമാക്കി ഏഷ്യയിൽ നിന്ന് ചരക്കുകൾ പോകേണ്ടത് ഇതിലേ കൂടിയാണ്, അതിലേ മാത്രമാണ്. അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ആഫ്രിക്ക മുഴുവൻ ചുറ്റി പണ്ട് കാലത്ത് ചെയ്തതുപോലെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് വാസ്കോ ഡ ഗാമയൊക്കെ വന്നത് പോർച്ചുഗലിൽ നിന്നും ആഫ്രിക്ക മുഴുവൻ ചുറ്റി തീരക്കടലിലൂടെ സഞ്ചരിച്ച് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി അങ്ങനെ വന്ന് അറബിക്കടലിൽ കുറുകെ സഞ്ചരിച്ച് കോഴിക്കോടെത്തി. അങ്ങനെയല്ലല്ലോ, ആ രീതിയിൽ പോകാൻ ഇപ്പോൾ പറ്റില്ല. 10-15 ദിവസം അധികമായി വേണ്ടി വരും. അത്രയും ദിവസത്തെ ഇന്ധന ചെലവ്, കപ്പൽ ചാർജ്, മറ്റ് കൂലി, നാവികരുടെ കൂലി എല്ലാം ചേർക്കുമ്പോൾ ഭീമമായ ചെലവാണ്. അതുകൊണ്ട് ചെങ്കടൽ എണ്ണയുടെ മാത്രം വ്യാപാര കേന്ദ്രമല്ല, ലോക വ്യാപാരത്തിൻ്റെ തന്നെ ഏതാണ്ട് 20% കടന്നു പോകേണ്ട പോയിന്റുകളാണ്. കണ്ടെയ്നർ ട്രാഫിക്കിൻ്റെ
20% ഓഫ് ദി കണ്ടെയ്നേഴ്സ്, അത് ഓയിൽ കണ്ടെയ്നേഴ്സ്, ഓയിൽ ടാങ്കേഴ്സ് മാത്രമല്ല, കണ്ടെയ്നർ മൂവ്മെൻറ്റ് പോലും വ്യാപകമായി അഫക്റ്റഡ് ആകുന്ന രീതിയിൽ സൗദി അറേബ്യയും യമനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഹൂതികളും സൗദിയും തമ്മിലുള്ള പ്രശ്നം മൂർച്ഛിച്ചിരിക്കുന്നു. എന്താണ് പരിഹാരമാർഗം? ഒരു സ്കെയിലിംഗ് ഡൗൺ ആവശ്യമുണ്ട്. ആവശ്യം. പക്ഷേ ഹൂതികൾ ഒരു രാജ്യമായി ഇപ്പോഴും അവരൊരു സ്റ്റേറ്റ് പ്ലെയർ എന്ന് പറയാനാവില്ല. ദേ ആർ ജനറലി പെർസീവ്ഡ് ആസ് എ നോൺ സ്റ്റേറ്റ് ആക്ടർ, അല്ലേ? ഇപ്പം ഹിസ്ബുള്ള ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. അവർക്ക് ലെബനൻ്റെ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു, അത് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ ഹമാസ്, അതും ഒരു നോൺ സ്റ്റേറ്റ്. ഹമാസിനെ ഗാസയായി കാണാനൊക്കില്ലല്ലോ. ഗാസയുടെ ഭരണം നിർവഹിച്ചിരുന്ന ഹമാസാണ്, പക്ഷേ അവർ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. അതുപോലെ ഹൂതീസും നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. റെസ്പോൺസിബിളായി ഹൂതികളോട് സംസാരിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്ഹുഡ് അവിടെ ആവശ്യമാണ്. പ്രാക്ടിക്കലി യമൻ്റെ ഭൂമിയുടെ നല്ലൊരു പങ്ക്, അത് കണ്ണായ ഭൂമിയുടെ നല്ല പങ്ക് കൺട്രോൾ ചെയ്യുന്ന ഹൂതീസാണ്. അപ്പോൾ അതൊരു രാജ്യമായി മാറുകയാണെങ്കിൽ ആ രാജ്യവുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ മറ്റ് ലോകരാജ്യങ്ങൾ കഴിയും, ഒരു ധാരണയിൽ എത്തിക്കേടാൻ കഴിയും. പക്ഷേ ഹൂതികളുമായി അല്ലാതെ എങ്ങനെയാണ് ഒരു ധാരണയിലെത്തുക? ഒരു ആംഡ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഒരു ധാരണയിലെത്തിയാൽ അതിൻ്റെ സ്ഥിരീകരണമാരാണ്, ആരാണ് അതിന് ഗ്യാരണ്ടി കൊടുക്കുക? അതുകൊണ്ടൊക്കെയാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഇത് ആളിക്കത്തുകയും അതുകൊണ്ട് ഒരു ഫ്രണ്ടിൽ, അപ്പോൾ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായും എന്ന് പറയുന്ന പോലെയായോ, അതോ തിരിച്ചും ചാണ്ടി മുറുകുമ്പോൾ തൊമ്മനായും? പേർഷ്യൻ ഗൾഫിൽ സമാധാനം വരുന്നു, ഇറാനിൽ ആക്രമണം നടക്കുന്നില്ല, ഇറാൻ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടക്കുന്നില്ല എന്ന് വരികയും അതേസമയം പുതിയൊരു പോർമുഖം അപ്പോഴും തുറന്നു കിടക്കുകയും, അതായത് ചെങ്കടൽ മേഖലയിലെ പോർമുഖം ഇറാന് വേണ്ടി ഹൂതികൾ നടത്തുന്നു, അല്ലെങ്കിൽ ഹൂതികൾക്കെതിരെ അമേരിക്കൻ പക്ഷത്ത് നിന്നുകൊണ്ട് സൗദി അറേബ്യ നടത്തുന്നു. ഇനിയുള്ള ചോദ്യം, ഇസ്രയേലോ അമേരിക്കയോ ഹൂതി താവളങ്ങളെ ആക്രമിക്കാൻ മുതിരുമോ എന്നാണ്. മുതിർന്നുകൂടായികയില്ല. ഹൂതികളുടെ ത്രട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ ഒരു ശ്രമം. ഇനി കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ച് ഹൂതികളെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിയുമോ? അത്ര എളുപ്പമല്ല. നമുക്കൊരു ഗാസയൊക്കെ വലിയ ഉദാഹരണമായി നമ്മുടെ മുന്നിലില്ലേ? അങ്ങനെ ഒരു ഹോസ്റ്റൈൽ ലാൻഡിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കാര്യമായ ഫൈറ്റിംഗ് എബിലിറ്റി ഒന്നും ഒരുപക്ഷെ ഹൂതികൾക്കില്ല, ആ രീതിയിൽ ട്രെയിൻഡുമായിരിക്കില്ല, വലിയ യൂണിഫോമും പടക്കോപ്പുകളും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഗറില്ല യുദ്ധമുറയിലൂടെ വിയറ്റ്നാമിൽ സംഭവിച്ചതുപോലെ, വിയറ്റ്നാമിൽ കാടുകളാണ്, ഇവിടെ കാടുകളില്ല, പക്ഷേ മലനിരകളും ചരിഞ്ഞ പ്രദേശങ്ങളും ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ടെറൈൻ കൂടുതൽ പരിചിതമല്ലേ ഹൂതികൾക്ക്? ഒരു റഗഡ് ബാറ്റിൽ ഹാർഡൻ്റ് ഒരു ഗ്രൂപ്പല്ലേ. പൈറസി, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടക്കും അവിടെ. അതുകൊണ്ട് അവിടെ കൂടുതൽ ഇടപെട്ടുകൊണ്ട് കരസേനാ ആക്രമണത്തിലൂടെ, അല്ലെങ്കിൽ കൂടുതൽ വ്യോമാക്രമണത്തിലൂടെ ഹൂതി കേന്ദ്രങ്ങളെ ക്ഷയിപ്പിക്കാനൊരു ശ്രമം നടത്തുമോ സൗദി അറേബ്യയും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് എന്നതാണ് ഒരു സംശയം. അങ്ങനെയെങ്കിൽ ഒരിക്കലും യുദ്ധം ചേരില്ല. വീണ്ടും ഏതെങ്കിലും രീതിയിലൊക്കെ ഹൂതികളുടെ കയ്യിലേക്ക് ഇറാനിയൻ ആയുധങ്ങൾ എത്തും. ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിച്ചു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് യുദ്ധം തുടങ്ങുന്നു എന്നത് കഷ്ടകാലമാണ്. അങ്ങനെയൊക്കെയുള്ള ദുർബുദ്ധി തോന്നാതെ ഇരിക്കട്ടെ. രമ്യമായി ഹൂതികൾക്ക് നേരെ കൂടുതൽ ഹൊദൈദയിൽ നടത്തിയതുപോലെ ഉള്ള ആക്രമണം സൗദി ഉപേക്ഷിക്കുന്നതാവും സൗദിക്ക് നല്ലത്. കാരണം ഏറെ നഷ്ടപ്പെടാനുള്ള സൗദിക്ക് തന്നെയാണ്. കാരണം സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നിരന്തരം കണ്ണും കാതുമില്ലാതെ ഹൂതികൾ ആക്രമണം നടത്തും. കാരണം അവർക്ക് പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റിയൊന്നും വിഷയമല്ലല്ലോ, ധാർമ്മികതയോ ക്രെഡിബിലിറ്റിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവർ. സൗദിയുടെ ഓയിൽ ഇൻസ്റ്റലേഷൻ, സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ, ചെങ്കടലിലെ എല്ലാ തുറമുഖങ്ങളും ഹൂതി ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇതെല്ലാം ആക്രമിക്കുകയാണെങ്കിൽ ഒരു സൗദി കപ്പലും അതിലേ പോവില്ല. ആത്മഹത്യാ സ്ക്വാഡുകൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാമക്കേസെ ഫ്ലൈറ്റുകളും കാമക്കേസെ ഡ്രോണുകളും എല്ലാം തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അവിടെയും ഉണ്ടാകും. അതുകൊണ്ട് ചെങ്കടലിലൂടെ രക്തം ഒഴുകാതെ ഇരിക്കട്ടെ. ചെങ്കടൽ മാത്രമല്ല, പേർഷ്യൻ ഗൾഫും കാസ്പിയൻ സീയും എല്ലാം തന്നെ ഈ 3 വാട്ടർ ബോഡീസാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. ഉക്രൈനുമായുള്ള ഒരു തർക്കം ഇപ്പോൾ നിൽക്കുന്നു, ഇറാൻ ഉക്രൈൻ. അതേക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. അപ്പോൾ അവിടെ കാസ്പിയൻ കടൽ സമാധാനപൂർണ്ണമാകണം. അവിടെ ഇപ്പോൾ എക്കാലത്തും ഉണ്ടായിരുന്ന സമാധാനം നിലനിൽക്കാൻ കഴിയണം. അവിടെ റഷ്യയുടെ മേൽക്കോയ്മയുണ്ട്, അത് സ്വാഭാവികമല്ലേ. അവിടുത്തെ വൻശക്തി റഷ്യ തന്നെയല്ലേ. കൂടുതലും ശക്തികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ യുദ്ധക്കളമായി മാറും. അതിന് ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. ചെങ്കടൽ എക്കാലത്തും പ്രശ്ന കലുഷിതം തന്നെയാണ്. അപ്പോൾ അവിടെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ സൗദി അറേബ്യ ശ്രമിക്കില്ല. പുരോഗമനവാദിയായ ഒരു രാജകുമാരൻ അവിടെയുണ്ട്, MBS മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം സൗദിയെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. ഒരു പരമ്പരാഗതമായ അറബി രീതികളല്ല, ഒരു ആധുനികവൽക്കരിക്കാൻ, സൗദിയുടെ ആധുനികവൽക്കരണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ ഭരണകാലത്ത് അഹിതമായ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത.
കാരണം അദ്ദേഹം വളരെ സെൻസിബിളാണ്, പാശ്ചാത്യ ലോകത്തോട് അദ്ദേഹം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ പോളിഷ്ഡ് ആണ്. സാധാരണ ഒരു അറബി ലോകത്തെ ഒരു രാജാവിൻ്റെ ഒരു രീതികളല്ല MBSൻ്റെ. അവിടെ ഒരുപാട് റിഫോംസ് അവിടെ നടക്കുന്നു. അതോടൊപ്പം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഒരിക്കലും സൗദി അറേബ്യ ആഗ്രഹിക്കില്ല. ആത്യന്തിക പ്രശ്നപരിഹാരം ഉണ്ടാവും. എങ്ങനെയാണ്? മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കും. സൗദിയും ഇറാനും എല്ലാ പ്രശ്നങ്ങളും മാറത്തു പുറത്തു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും അതനുസരിച്ചൊരു ധാരണയിൽ എത്തിച്ചേരുകയും 2023 എത്തിച്ചേർന്ന ധാരണയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ അതൊരു കാറ്റലിസ്റ്റ് ആവും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു.